മാതൃസ്നേഹം, പുത്രസ്നേഹം, അങ്ങനെ എല്ലാ മാതൃകകളും കാണാവുന്ന ഒരു ഇതിഹാസമാണല്ലോ രാമായണം. പക്ഷേ അമ്മയെ മകൻ വഴക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ വഴക്കു പറയുന്ന, ഭത്സിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗം രാമായണത്തിലുണ്ട്. അതേതാണ് എന്നറിയുമോ? ശ്രീരാമദേവൻ വനയാത്രയ്ക്ക് പോയ ശേഷം ഭരതൻ അയോധ്യയിലേക്ക് വരുന്നു. അപ്പോഴാണ് അറിയുന്നത്, ഭരതൻ വന്നു കഴിയുമ്പോൾ അച്ഛൻ്റെ മരണം അറിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോഴാണ് അറിയുന്നത് ജ്യേഷ്ഠൻ ഇതേപോലെ നാടെല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയിരിക്കുന്നു. അതിന് കാരണക്കാരി തൻ്റെ അമ്മയാണ്, കൈകേയിയാണ് അതിന് കാരണമായത് എന്നറിയുമ്പോൾ ഭരതൻ്റെ ഒരു കോപമുണ്ട്, ഭരതൻ്റെ ഒരു സങ്കടമുണ്ട്. അമ്മയോട് എല്ലാവിധ ദേഷ്യങ്ങളും ഭരതൻ തീർക്കുന്ന ഭാഗം രാമായണത്തിൽ അയോധ്യാകാണ്ഡത്തിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ എവിടെ എൻ്റെ ജ്യേഷ്ഠൻ എവിടെ? അച്ഛൻ മരിക്കുന്ന സമയത്ത് ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് കൈകേയി കഥകളെല്ലാം പറയുന്നത്. രാമൻ 14 വർഷം വനത്തിന് പോയിരിക്കുന്നു, അടുത്ത രാജാവായി നീ വാഴണം എന്ന് പറഞ്ഞപ്പോൾ മുതൽ ദശരഥൻ സങ്കടപ്പെടുകയാണ്. മരിക്കുന്ന സമയത്തും സീത എന്നൊക്കെ പറഞ്ഞ് വിലപിച്ചാണ് അച്ഛൻ മരിച്ചത് എന്നറിയുമ്പോൾ ഭരതൻ്റെ ഒരു കോപമുണ്ട് അമ്മയോട് പറയാവുന്നതിനും അപ്പുറം അമ്മയോട് ദേഷ്യപ്പെടുകയാണ് ഭരതൻ. ആ ഭാഗം രാമായണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ, നിസ്ത്രപേ നിർദ്ദയേ, ദുഷ്ടേ നിശാചരി, നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോ, നിന്നോടുരിയാടരുതിനി ഞാൻ ചെന്നു വന്നിയിൽ വീണു മരിപ്പനല്ലായിലോ, കാളകൂടം കുടിച്ചിടുവനല്ലായിൽ വാളെടുത്താശു കഴുത്തറുത്തിയിടുവൻ, വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവനില്ലൊരു സംശയം, ദുഷ്ടേ ഭയങ്കരീ, ഘോരമായുള്ള കുംഭീപാപമാകിയ നാരകം തന്നിൽ വസിക്കും ഇതുമൂലം. ദുഷ്ടേ, ഭർത്താവിനെ കൊന്ന പാപേ, ഞാൻ നിന്റെ ഗർഭത്തിൽ ജനിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് കൈകേയിയെ പറയാവുന്നതിനും അപ്പുറം ഭരതൻ പറയുകയാണ്. എൻ്റെ ജ്യേഷ്ഠൻ വനത്തിന് പോകാൻ കാരണക്കാരിയായത് കൈകേയിയാണ്. ആ സമയത്ത് കൗസല്യ വരുന്നുണ്ട്, രാമൻ്റെ അമ്മ വന്ന് ഭരതനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഭരത, നീ സങ്കടപ്പെടേണ്ട, ഇതൊക്കെ കാലത്തിൻ്റെ നീതിയാണ്, അല്ലെങ്കിൽ ഓരോ കാലത്തും ഓരോന്ന് വന്നുകൂടുന്നതാണ്, അതിന് നീ അമ്മയുമായി വഴക്കുണ്ടാകണ്ട എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട്. പിന്നീട് ഇന്ന് 10-ാം ദിനമാണല്ലോ. അപ്പോൾ ഈ ഭരതൻ്റെ വിലാപമെല്ലാം കഴിഞ്ഞ് ഭരതൻ അച്ഛൻ്റെ സംസ്കാരകർമ്മം എല്ലാം നടത്തി ഭരതൻ വനത്തിലേക്ക് പോകുന്നുണ്ട്. ജ്യേഷ്ഠനെ തിരികെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി വനത്തിലേക്ക് പുറപ്പെടുന്ന ഭാഗമൊക്കെ രാമായണത്തിൽ അത് കൊടുത്തിരിക്കുന്നു. അത് 9-ാം ദിവസമാണ് ആ ഭാഗം വരുന്നത്. 9-ാം ദിവസം അങ്ങനെ രാമനെ കാണാനായി ഭരതൻ പുറപ്പെടുകയാണ്, വനത്തിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ വനത്തിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞ് കാട്ടിൽ ചെന്ന് കഴിഞ്ഞ് രാമനുമായി സംസാരിച്ച് തിരികെ വരണമെന്നൊക്കെ രാമനോട് പറയുകയാണ്. പക്ഷേ രാമൻ തിരികെ വരില്ല. ഭരതൻ തന്നെ രാജ്യം വാഴണം, ഇത് അച്ഛൻ്റെ ഹിതമാണ്, അച്ഛനാണ് പറഞ്ഞത് ഞാൻ കാട്ടിൽ പോകണമെന്നുള്ള. അച്ഛൻ കൈകേയിക്ക് കൊടുത്ത വരമാണ്, അതുകൊണ്ട് ഞാനത് തെറ്റിക്കാൻ പാടില്ല, അതുകൊണ്ട് നീ തന്നെ രാജ്യം വാഴണം. അപ്പോൾ സിംഹാസനം, അതുപോലെ തന്നെ പാതകം ഒക്കെ രാമൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നില്ല ഭരതൻ, രാമൻ്റെ രാജപാതകം അണിയുന്നില്ല. അതൊക്കെ സിംഹാസനത്തിൽ വെച്ച് പൂജിച്ച് ഒരു ആൾപ്പേരെന്നുള്ള നിലയിൽ മാത്രമാണ് ഭരതൻ രാജ്യം ഭരിക്കുന്നത്. ആ ഭാഗം രാമായണത്തിലുണ്ട്. 10-ാം ഭാഗത്തിൽ ആരണ്യകാന്ഡമാണ് വരുന്നത്. മഹാരണ്യ പ്രവേശം, ആരണ്യത്തിലേക്ക് രാമൻ പ്രവേശിക്കുന്ന ഭാഗമൊക്കെ 10-ാം ദിനമാണ് വരുന്നത്. അങ്ങനെ രാമകഥ അങ്ങനെ പുരോഗമിച്ച് വരികയാണ്. 10 ദിനമായല്ലോ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ രാമായണം അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പുരോഗമിച്ച് വരികയാണ്. രാമൻ വനത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് 10-ാം ദിനം.